ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അഭിഷേകാണ്. സോ ഗൈസ്, ഇന്ന് നമ്മുടെ ട്രിവാൻഡ്രം ഇഞ്ചക്കിലുള്ള പൈനിയർ ബജാജിലാണ് കേട്ടോ. സോ നമ്മുടെ NS200 റിവ്യൂ കണ്ട ഒത്തിരി പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. NS125 കൂടെ ജസ്റ്റ് ഒന്ന് ചെയ്യാൻ കേട്ടോ. ബിഗിനർ സീരീസ് വണ്ടിയാണ് NS125. സോ നമ്മുടെ ബാക്കിൽ നിന്നിരിക്കുന്ന ആ വണ്ടിയാണ് കേട്ടോ. സോ നമ്മൾ ചെയ്യാനായിട്ട് കൂടെ NS125 ഒരു കംപ്ലീറ്റ് റിവ്യൂ ആണ്. നമ്മുടെ ചാനൽ ഫസ്റ്റത്തെ NS125 ആണ് കേട്ടോ. മാക്സിമം ഞാൻ ഈ പറ്റുന്നതോളേക്ക് ചെയ്യാം. ജസ്റ്റ് ഇഷ്ടപ്പെടുവാണെങ്കിൽ ചാനൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. മറ്റുള്ളവർക്ക് കൂടി സജസ്റ്റ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ഏകദേശം 1K അടുപ്പിച്ച് സബ്സ്ക്രൈബേഴ്സ് എത്താറായിട്ടുണ്ട്. മാക്സിമം നിങ്ങൾ പവർ ആക്കുക കേട്ടോ. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പും ഇൻസ്റ്റ ഐ ഡി കാര്യങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഇഞ്ചക്കൽ പൈനിയർ ബജാജിൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് കൂടെ ഡിസ്ക്രിപ്ഷനിലുണ്ട് കേട്ടോ. ജസ്റ്റ് നിങ്ങൾക്ക് വണ്ടികളുടെ എൻക്വയറി കാര്യങ്ങൾ അല്ലെങ്കിൽ ബുക്ക് ചെയ്യണമെന്ന് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇവിടുത്തെ അജിത് ബ്രോയെ കോൺടാക്ട് ചെയ്താൽ മാത്രം മതി കേട്ടോ. സോ നമുക്ക് എന്തായാലും വീഡിയോയിലോട്ട് പോകാം. സോ ഗൈസ്, ഈ കാണുന്ന NS125 ആണ് നമുക്കിന്ന് റിവ്യൂ ചെയ്യാനായിട്ട് കിട്ടിയിട്ടുള്ളത് കേട്ടോ. ഈ ഒരു വണ്ടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഓറഞ്ച് ആൻഡ് ബ്ലാക്ക് കോംബോയിൽ വരുന്ന ഒരു വണ്ടിയാണ്. ചെറിയ രീതിക്ക് ഒരു വൈറ്റ് ഷെയ്ഡ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. 125 എന്ന മെൻഷനിങ്ങൊക്കെ ഒരു വൈറ്റ് ഷെയ്ഡിലാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ കൊടുത്തിട്ടുള്ള ഒരു 3 കളർ വേരിയൻ്റ് ആണ് കേട്ടോ. അതായത് ബ്ലാക്ക്, ഓറഞ്ച്, വൈറ്റ്. ഒരു മെൻഷനിങ് കാര്യങ്ങളും പിന്നെ ചെറിയൊരു പോർഷൻ വൈറ്റ് പറഞ്ഞിട്ടുണ്ട്. സോ അതുകൊണ്ടാണ് ഞാൻ വൈറ്റും കൂടെ പറഞ്ഞത് കേട്ടോ. ഒരു ഓറഞ്ച് കളർ ടാങ്കും ഫ്രണ്ട് പോർഷനിൽ ഓറഞ്ച് കൊടുത്തിട്ടുള്ള വണ്ടിയാണ് കേട്ടോ. ഇത് NS125 ആണ്. NS200 ഒരു റെപ്രസെൻറ്റേറ്റർ എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം കേട്ടോ. അതായത് ബഡ്ജറ്റ് സീരീസിലായാലും ഒരു ബിഗിനർ സീരീസിലായാലും ബജാജ് ഇറക്കിയിട്ടുള്ള ഒരു സിംഹം എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. കാരണം NSനെ വെല്ലാനൊന്നും ഇതിന് പറ്റൂല, അല്ലെങ്കിൽ NSൻ്റെ അടുത്തൊന്നും എത്താനൊന്നും ഇതിന് പറ്റൂലെങ്കിലും NSൻ്റെ ഒരു ലുക്കും കാര്യങ്ങളൊക്കെ ഇതിന് കൊടുക്കുന്നുണ്ട്. ഒരു ബൾക്കി ഫീൽ ഇതിനേക്കാളും NSന് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതിനേക്കാളും ഒരു ചെറിയൊരു ബൾക്കിനെസ് ഫീൽ ഇതിന് NSന് കുറച്ചുകൂടി കൂടുതലാണ് കേട്ടോ. പിന്നെ ഇത് ടെലിസ്കോപ്പിക് സസ്പെൻഷൻ കാര്യങ്ങളൊക്കെയാണ്. നമുക്ക് എന്തായാലും ഫ്രണ്ട് ചെന്ന് റിവ്യൂ ചെയ്ത് തുടങ്ങാം കേട്ടോ. NS200 വരുന്ന പോലെ തന്നെ വണ്ടിയിൽ വരുന്നത് ഹാലജൻ ഇൻഡിക്കേറ്ററും ഹാലജൻ ഹെഡ്ലൈറ്റും ഹാലജൻ പാർക്കിംഗ് ലൈറ്റും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. വണ്ടിയിൽ ഞാൻ പറയാറുള്ളത് തന്നെ NSൻ്റെ മുന്നേ നമ്മുടെ 200 റിവ്യൂവിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. വൻ പോരായ്മയാണ്, അതായത് ഭയങ്കര ഒരു പോരായ്മയാണ് കേട്ടോ. ഈ ഒരു ഹെഡ്ലൈറ്റും ഇൻഡിക്കേറ്ററും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബജാജ് NS ഇറക്കിയ കാലം തൊട്ട് തന്നെ ഹെഡ്ലൈറ്റ് ഹാലജനും ഇൻഡിക്കേറ്ററും ഹാലജനിലാണ് ഇറക്കണം കേട്ടോ. ഇത് മാറ്റണമെന്ന് എൻ്റെ ഒരു അഭിപ്രായമാണ് കേട്ടോ. ഈ ഒരു അഭിപ്രായമുള്ളവർ ജസ്റ്റ് കമൻറ്റ് ചെയ്യാം കേട്ടോ. ഇത് കണ്ടിട്ടെങ്കിലും ബജാജ് മാറ്റിയാലോ, അങ്ങനെ അത് മാറ്റുമല്ലോ, ജസ്റ്റ് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അപ്പം ഈ ഒരു ഹെഡ്ലൈറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹാലജൻ ഹെഡ്ലൈറ്റാണ്, ഇൻഡിക്കേറ്ററും ഹാലജൻ ഹെഡ്ലൈറ്റാണ്. 4 ഇൻഡിക്കേറ്ററും ഹാലജൻ ഇൻഡിക്കേറ്റേഴ്സാണ്. ആഫ്റ്റർ മാർക്കറ്റ് നമുക്ക് ഇതൊക്കെ കസ്റ്റമൈസ് ചെയ്ത് വേറെ കയറ്റാൻ പറ്റുമെങ്കിലും സ്റ്റോക്ക് എടുത്ത് ചെയ്തെങ്കിൽ നമുക്ക് ആ ഒരു ഫണ്ട് കൂടി ലാഭിക്കാനായിട്ട് പറ്റും കേട്ടോ. ഈ ഒരു സൈഡിലാണ് നമ്പർ പ്ലേറ്റിൻ്റെ സ്റ്റേയും കാര്യങ്ങളൊക്കെ വരുന്നത്. അത്യാവശ്യം നല്ല വിസിബിളായിട്ടുള്ള നമ്പർ പ്ലേറ്റും കാര്യങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ. പിന്നെ മഡ് ഗാർഡ് അത്യാവശ്യം നല്ല ബിൽഡ് ക്വാളിറ്റി ഉള്ള മഡ് ഗാർഡാണ്. പക്ഷേ NS200-നെക്കാളും ഇതിൻ്റെ ബിൽഡ് ക്വാളിറ്റി കുറച്ചുകൂടി കൂടുതലാണ് കേട്ടോ. മഡ് ഗാർഡിന് NS200 കുറച്ചുകൂടി കട്ടി കുറവായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ബാക്കിലോട്ട് വരുമ്പോൾ അത്യാവശ്യം നല്ല കട്ടിയാണ് കൊടുക്കുന്നുണ്ട്. അതായത് ഫുൾ ഫൈബറാണ് മഡ് ഗാർഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. അത്യാവശ്യം നല്ല ബിൽഡ് ക്വാളിറ്റിയാണ് മഡ് ഗാർഡിൽ കൊടുക്കണുണ്ട് കേട്ടോ. പിന്നെ ഫ്രണ്ടിലെ ടയർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 80, 100, 17 ഫ്രണ്ടിലെ ടയർ. സിയാറ്റിൻ്റെ ടയറാണ് കമ്പനി ഇതിൽ പ്രൊവൈഡ് ചെയ്യണം കേട്ടോ. അത്യാവശ്യം നല്ല ടയറൊക്കെ തന്നെയാണ്. ഒരു 125cc വണ്ടിയിൽ അത്യാവശ്യം നല്ല ടയറൊക്കെ തന്നെയാണ് കേട്ടോ. 80, 100, 17 പിന്നെ ഫ്രണ്ടിൽ വരുന്ന ഒരു ഡിസ്ക് പ്ലേറ്റ് സൈസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 230 mm ആണ് കേട്ടോ. 125cc സെഗ്മെൻറ്റിൽ നോക്കുമ്പോൾ ഓക്കെയാണ്. പക്ഷേ ഭയങ്കര സൈസ് കുറവൊക്കെയാണ് കേട്ടോ. പക്ഷേ നമ്മുടെ 200-ലോട്ട് വരുമ്പോൾ NS200-ലോട്ട് വരുമ്പോൾ 300 mm 300 mm ഡിസ്ക് സൈസാണ് ഫ്രണ്ടിൽ കൊടുക്കുന്നത്. ഇതിൽ വരുമ്പോൾ 230 mm ഡിസ്ക് സൈസാണ് കൊടുക്കുന്നത് കേട്ടോ. അത്യാവശ്യം നല്ല ഡിസ്ക് സൈസൊക്കെ തന്നെയാണ്. പക്ഷേ നമുക്ക് ബ്രാക്ക് ബൈറ്റിൻ്റെ കാര്യങ്ങളൊന്നും നമുക്ക് എന്തായാലും റൈഡിങ്ങിലേ പറയാൻ പറ്റുള്ളൂ. നമുക്ക് എന്തായാലും പറ്റുന്ന ഒരു ടെസ്റ്റ് റൈഡ് കൂടി എടുക്കാം കേട്ടോ ഈ വണ്ടിയിൽ. മാത്രമല്ല നമുക്കിനി എന്തായാലും ടാങ്കിലോട്ട് പോകുകയാണെങ്കിൽ, പെട്രോൾ ടാങ്കിലോട്ട് പോകുകയാണെങ്കിൽ വണ്ടിയുടെ ഫ്യൂൽ എഫിഷ്യൻസി, അതായത് മൈലേജ് വരുന്നതെന്ന് വെച്ചാൽ 56 to 64 ആണ് കേട്ടോ. 56 മുതൽ 64 വരെ ഫ്യൂൽ എക്കോണമി കിട്ടുന്ന ഒരു വണ്ടിയാണ് കേട്ടോ. മൈലേജ് നമുക്ക് ഇതിൽ എടുത്ത് പറയണം. കാരണം 125cc ആയതുകൊണ്ട് അത്യാവശ്യം നല്ല മൈലേജ് നമുക്ക് കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം. എന്നിരുന്നാലും കുറ്റം പറയുന്നവരും കാണാം, നല്ലത് പറയുന്നവരും കാണാം കേട്ടോ. 54 മുതൽ 66 വരെയൊക്കെ മൈലേജ് കിട്ടുന്നൊരു വണ്ടിയാണ് NS125 എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. പിന്നെ ടാങ്ക് കപ്പാസിറ്റി പറഞ്ഞാൽ 12 ലിറ്ററിൻ്റെ ടാങ്കാണ് വണ്ടിയിൽ കൊടുത്തിട്ടുള്ളത് കേട്ടോ. ബജാജ് എല്ലാ വണ്ടിയിലും കൊടുക്കുന്ന പോലെ തന്നെ അവരുടെ 12 ലിറ്റർ ടാങ്ക് കപ്പാസിറ്റിയാണ് ഈ വണ്ടിയിൽ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഫ്യൂൽ ഇഞ്ചക്ഷൻ വണ്ടിയാണ്. കിക്ക് സ്റ്റാർട്ട് കൊടുക്കുന്നുണ്ടെന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത കേട്ടോ. നമ്മുടെ ഏതൊരു വണ്ടിക്കും ഈ ഒരു 125cc തൊട്ട് ഒരു 150, 160cc വരെ വരുന്ന വണ്ടിക്ക് എന്തായാലും ഒരു കിക്ക് സ്റ്റാർട്ട് കൊടുക്കുന്നത് വളരെ ഉപയോഗം വരും. കാരണം ഈ വണ്ടി എടുക്കുന്നതെന്ന് വെച്ചാൽ ഒരു ബിഗിനർ സീരീസിലുള്ള ആൾക്കാരും എടുക്കാം, ഫാമിലി ആയിട്ട് പോകുന്നവർ എടുക്കാം കേട്ടോ. ഇപ്പോൾ NS200 ഇഷ്ടപ്പെട്ട് 125-ലോട്ട് പറഞ്ഞാൽ ഒത്തിരി പേരുണ്ട്. ഇപ്പോൾ പൈസ ഇല്ലാത്തതുകൊണ്ട് വരാം, ബിഗിനർ സീരീസിലോട്ട് വരാം, അങ്ങനെ പലരും ഇതിലോട്ട് വരാം കേട്ടോ. അപ്പം കിക്ക് സ്റ്റാർട്ട് എന്തായാലും ഈ വണ്ടിയിൽ അത്യാവശ്യം വേണ്ട ഒരു ഘടകമാണ്. അത് വണ്ടി കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ എഞ്ചിൻ CC-ലോട്ട് വരികയാണെങ്കിൽ 124.45cc എഞ്ചിനാണ് വണ്ടി പ്രൊവൈഡ് ചെയ്യണം. അത്യാവശ്യം നല്ലൊരു, അതായത് നമുക്ക് ഈ വണ്ടി ഞാൻ പറഞ്ഞല്ലോ പവറിന് വേണ്ടിയിട്ടല്ല, അല്ലെങ്കിൽ ഒരു ഡ്യൂക്ക് 125-നോട്ട് കോമ്പറ്റേറ്റ് ചെയ്യണ ഒരു വണ്ടിയല്ല നമ്മുടെ NS125. ഇറ്റ്സ് ജസ്റ്റ് ഇമോഷൻ എന്നൊക്കെ പറഞ്ഞ് നമുക്ക് എടുക്കാം കേട്ടോ. ഒരു ക്യൂട്ട് വണ്ടിയാണ്, ഒരു ബിഗിനർ സീരീസ് വണ്ടിയാണ്. ബജാജിൻ്റെ 125cc സെഗ്മെൻറ്റിൽ പറഞ്ഞ വണ്ടിയാണ്. വളരെ
റേറ്റ് കുറഞ്ഞൊരു വണ്ടിയാണ് കേട്ടോ. അതായത് ഡ്യൂക്ക് 125 അപേക്ഷിച്ച് ഒത്തിരി റേറ്റ് കുറഞ്ഞൊരു വണ്ടിയാണ്. റേറ്റ് കാര്യം എന്താണ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിരിക്കാം. റേറ്റ് അറിയുന്നതോടെ ഡിസ്ക്രിപ്ഷൻ ചെക്ക് ചെയ്യാട്ടെ. ഇവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസും കാര്യങ്ങളും ഡിസ്ക്രിപ്ഷനിൽ ഉണ്ട്. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പും ഡിസ്ക്രിപ്ഷനിലുണ്ട് കേട്ടോ. ഡിസ്ക്രിപ്ഷനിൽ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം. മാത്രമല്ല നമുക്കിനി വണ്ടിയുടെ എഞ്ചിൻ ഞാൻ പറഞ്ഞ പോലെ തന്നെ 124.45 cc എഞ്ചിനാണ്. വണ്ടിയുടെ ഗ്രൗണ്ട് ക്ലിയറൻസ് വെച്ചിട്ടുണ്ടെങ്കിൽ 179 mm ആണ് വണ്ടിയുടെ ഗ്രൗണ്ട് ക്ലിയറൻസ് കേട്ടോ. അത്യാവശ്യം നല്ല ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്ന വണ്ടി തന്നെയാണ്. ഞാൻ പറഞ്ഞ 125 cc ആണ്. അത്യാവശ്യം നല്ല ഗ്രൗണ്ട് ക്ലിയറൻസ് ഉറപ്പായിട്ടും കാണും. സെൻട്രൽ സ്റ്റാൻഡും കാര്യങ്ങളൊക്കെ പറഞ്ഞുണ്ട്. അതായത് ഇപ്പോൾ NS 200 സെൻട്രൽ സ്റ്റാൻഡൊക്കെ പറഞ്ഞുണ്ട് കേട്ടോ. പിന്നെ കിക്ക് സ്റ്റാർട്ട് പറഞ്ഞുണ്ട്. ഇതൊക്കെ ഞാൻ എന്തായാലും പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. പിന്നെ വണ്ടിയുടെ ബിൽഡ് ക്വാളിറ്റി അത്യാവശ്യം നല്ലൊരു ബിൽഡ് ക്വാളിറ്റി തന്നെയാണ് വണ്ടി കൊടുക്കുന്നുണ്ടോ. പിന്നെ സീറ്റ് റൈഡിങ് സീറ്റായാലും പില്ലിയൻ സീറ്റായാലും അത്യാവശ്യം നല്ലൊരു സീറ്റിംഗ് കപ്പാസിറ്റി തന്നെയാണ് കേട്ടോ. അത്യാവശ്യം നല്ല കുഷനിങ് തന്നെയാണ്. നല്ല താഴ്ന്നു പോകുന്ന കുഷനിങ് തന്നെയാണ്. പിന്നെ സീറ്റിൻ്റെയിലൊക്കെ ഒരു ചെറിയ ഗ്രാഫിക്സൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് വണ്ടിയുടെ ലുക്കിലൊക്കെ നല്ലൊരു മാറ്റം വരുത്തുന്നുണ്ട്. പിന്നെ സീറ്റ് കവളായാലും നല്ല അത്യാവശ്യം നല്ല ബിൽഡ് ക്വാളിറ്റി തന്നെയാണ് സീറ്റ് കവൾ തന്നെയാണ് കേട്ടോ. പിന്നെ ബാക്ക് ടൈൽ സെക്ഷൻ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ടൈൽ സെക്ഷൻ തന്നെയാണ്. അലോയിൽ വരുന്ന ടൈൽ സെക്ഷനാണ്. NS 200 ഉപയോഗിക്കുന്ന അതേ മെത്തേഡ് തന്നെയാണ്. അത്യാവശ്യം നല്ലൊരു തന്നെയാണ്. മാത്രമല്ല ഹൈലജൻ ഇൻഡിക്കേറ്റേഴ്സാണ് വണ്ടിയിൽ കൊടുത്തിട്ടുള്ളത്. പിന്നെ ബാക്കിലിരിക്കുന്ന അതായത് ഒരു സൈഡ് കാലിട്ടിരിക്കുന്നവർക്ക് വേണ്ടിയിട്ടൊരു സാരി കട കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല ബിൽഡ് ക്വാളിറ്റി ആണ്. അത്യാവശ്യം നല്ല ബിൽഡ് ക്വാളിറ്റി തന്നെയാണ് ഒരു സാരി കടക്ക്. ഇതൊക്കെ എക്സ്ട്രാ ഫിറ്റിങ്സിലുള്ള കാര്യമാണ് കേട്ടോ. ഇതൊക്കെ എക്സ്ട്രാ ഫിറ്റിങ്സ് ആണ്. ഇത് കമ്പനിയിൽ തന്നെ നമുക്ക് ഫിറ്റ് ചെയ്തെടുക്കാനൊക്കെ പറ്റും കേട്ടോ. ഒരു സാരി കട പ്രൊവൈഡ് ചെയ്യുന്നതുകൊണ്ട് അത്യാവശ്യം നല്ലത് തന്നെയാണ്. നമുക്ക് നല്ലതായിട്ടിരിക്കാൻ പറ്റില്ലെങ്കിലും ഓക്കെയാണ്, ജസ്റ്റ് ഓക്കെയാണ് കേട്ടോ. മാത്രമല്ല ഇനി നമുക്ക് ഈ സൈഡിലോട്ട് വരാണെങ്കിൽ ഈ സൈഡിലോട്ടാണ് ഗിയർ ലിവർ കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ ഈ വണ്ടി 5 സ്പീഡ് ട്രാൻസ്മിഷനാണ് കേട്ടോ. 5 സ്പീഡ് ഗിയർ ബോക്സാണ് കമ്പനി ഇതിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. 6 സ്പീഡൊന്നും അല്ല. എന്തായാലും നമുക്ക് വണ്ടിയിൽ വന്നിട്ടുള്ള മാറ്റങ്ങളിൽ പറയുകയാണെങ്കിൽ ടെലിസ്കോപ്പിക് സസ്പെൻഷനാണ് വണ്ടിയിൽ കൊടുത്തിട്ടുള്ളത്. ബാക്കിൽ മോണോ സസ്പെൻഷനാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഫ്രണ്ടിൽ USD എന്നുള്ള ടെലിസ്കോപ്പിക്കാണ് കൊടുത്തിട്ടുള്ളത്. നമുക്കിനി എന്തായാലും മീറ്ററിലോട്ട് പോകാം. മീറ്ററിലോട്ട് പോകുമ്പോൾ ഒത്തിരി കാര്യങ്ങൾ മീറ്ററിൽ കൊടുത്തിട്ടുണ്ട്. ഒരു ഡിജിറ്റൽ മീറ്ററാണ്. അത്യാവശ്യം നല്ല മീറ്ററും കൺസോണും കാര്യങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ. ഈ വണ്ടിയിൽ കൊടുത്തിട്ടുള്ള ന്യൂട്രൽ ലൈറ്റ് കൊടുക്കുന്നുണ്ട്, ബാറ്ററി വാണിംഗ് കൊടുക്കുന്നുണ്ട്, നമ്മുടെ ഡിമ്മും ബ്രൈറ്റും കൊടുക്കുന്നുണ്ട്, എഞ്ചിൻ വാണിംഗ് കൊടുക്കുന്നുണ്ട്, നമ്മുടെ ബാറ്ററിയുടെ കാര്യങ്ങൾ കൊടുക്കുന്നുണ്ട്, ബജാജിൻ്റെ സിമ്പിൾ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ വണ്ടിയിൽ ബജാജിൻ്റെ സിമ്പിൾ ബജാജ് ആകെ കൊടുക്കണം മീറ്ററിൽ മാത്രമാണ്. ഇപ്പോൾ ബജാജിൻ്റെ ഏത് വണ്ടികളായാലും ഒരു മീറ്ററിൽ മാത്രമാണ് ബജാജിൻ്റെ സിമ്പിൾ കൊടുക്കണം കേട്ടോ. അപ്പോൾ ബാക്കി നമുക്ക് പറഞ്ഞാൽ തന്നെ ഇവിടെ RPM ലിമിറ്റ് കൊടുക്കുന്നുണ്ട്. RPM ലിമിറ്റിൻ്റെ സിഗ്നൽ അവിടെയാണ് കൊടുക്കുന്നത്. RPM സ്പീഡൊക്കെ ഇവിടെയാണ് കൺട്രോൾ ചെയ്യുന്നത് കേട്ടോ. ഫ്യൂൽ ഗേജും കാര്യങ്ങളൊക്കെ ഈ ഒരു സൈഡിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. മാത്രമല്ല ഈ ഒരു സൈഡിൽ നോക്കുകയാണെങ്കിൽ സ്പീഡോമീറ്റർ കൊടുക്കുന്നുണ്ട്, ഓഡോമീറ്റർ കൊടുക്കുന്നുണ്ട്, ടൈം കൊടുക്കുന്നുണ്ട്. ഇത്രയാണ് മീറ്ററിൽ വരുന്ന കാര്യങ്ങൾ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെയാണ് സെറ്റും മോഡും കാര്യങ്ങളൊക്കെ ഇവിടെയാണ് പറഞ്ഞത്. മോഡൽ നമ്മൾ സെറ്റ് ചെയ്യുന്ന കാര്യങ്ങളും സ്വിച്ചും കാര്യങ്ങളൊക്കെ ഇവിടെയാണ് പറഞ്ഞാൽ. നമുക്ക് എന്തായാലും വണ്ടിയുടെ എക്സോസ്റ്റിനോട് കൂടെ ജസ്റ്റ് ഒന്ന് കേട്ട് നോക്കാം. വണ്ടിയുടെ അണ്ടർബിൽ എക്സോസ്റ്റിനാണ് ഇതിലും കൊടുത്തിട്ടുള്ളത്. സൈഡിൽ അതായത് താഴെയാണ് എക്സോസ്റ്റ് കൊടുത്തിട്ടുള്ള. അത്യാവശ്യം നല്ല നീറ്റ് സൗണ്ട് ചെയ്യണമെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് സൗണ്ട് കേട്ട് നോക്കാം കേട്ടോ. മാക്സിമം ഹെഡ്സെറ്റ് ഉപയോഗിച്ച് സൗണ്ട് കേൾക്കാനായിട്ട് ശ്രമിക്കുക. ഇതാണ് വണ്ടി നോർമലായിട്ട് നിൽക്കുമ്പോൾ ഒരു സൗണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വണ്ടി റവ് ചെയ്യുമ്പോൾ ഒരു സൗണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാണ് കേട്ടോ. ഒരു നീറ്റ് സൗണ്ട് തന്നെയാണ്. അതായത് ഒരു 125 cc നോക്കുമ്പോൾ അത്യാവശ്യം നീറ്റ് സൗണ്ട് തന്നെയാണ്. നമുക്ക് ജസ്റ്റ് പറ്റുമെങ്കിൽ ഒരു ടെസ്റ്റ് റൈഡ് എടുക്കാം. എന്തായാലും നമുക്ക് നോക്കാം കേട്ടോ. സോ ഗൈസ് നമുക്കിനി എന്തായാലും നമ്മുടെ NS 125 ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് റൈഡ് ചെയ്ത് നോക്കാം കേട്ടോ. വണ്ടി എങ്ങനെ ഉണ്ടെന്നൊക്കെ ജസ്റ്റ് നമുക്ക് നോക്കാം. ജസ്റ്റ് വണ്ടിയുടെ സീറ്റ് ഹൈറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 805 mm ആണ് വണ്ടിയുടെ സീറ്റ് ഹൈറ്റ്. ഗ്രൗണ്ട് ക്ലിയറൻസ് വെച്ചിട്ടുണ്ടെങ്കിൽ 179 mm ആണ് വണ്ടിയുടെ ഗ്രൗണ്ട് ക്ലിയറൻസ് നോക്കുന്നത്. പിന്നെ വണ്ടിയുടെ വെയിറ്റ് ഭയങ്കര മാനേജബിൾ വെയിറ്റാണ് കേട്ടോ. വെറും 144 കിലോ ആണ് ഈ വണ്ടിയുടെ വെയിറ്റ്. ഏതൊരു ബിഗിനറിനും സേഫായിട്ട് ഉള്ളൊരു വെയിറ്റ് തന്നെയാണ് 144 കിലോ. ഏതൊരാൾക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നൊരു വെയിറ്റ് തന്നെയാണ് കേട്ടോ. എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് ഭയങ്കര വെയിറ്റ് കുറവായിട്ടൊക്കെയാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ 125 cc ഇതൊക്കെ ഓക്കെയാണ് കേട്ടോ. വണ്ടി എടുക്കാതെ വെച്ചിരുന്നൊരു ചെറിയൊരു മിസ്സിങ്ങും കാര്യങ്ങളൊക്കെ വണ്ടി ഫീൽ ചെയ്യും. ജസ്റ്റ് ഷോറൂം തിങ്സ് അത്രേ ഉള്ളൂ കേട്ടോ. സോ ഗൈസ് നമ്മൾ 125 എന്തായാലും ജസ്റ്റ് ഒരു റൈഡ് എടുക്കുകയാണ്. പറയാനുള്ളതെന്ന് വെച്ചാൽ വണ്ടിയുടെ ഫ്യൂൽ ടാങ്ക് കപ്പാസിറ്റി 12 ലിറ്ററാണ്. പിന്നെ ഈ ഒരു വണ്ടിക്ക് 125 cc വരുന്ന ഈ ഒരു വണ്ടിക്ക് കിട്ടുന്ന മൈലേജ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 56 മുതൽ 64 വരെയാണ് വണ്ടി കിട്ടുന്ന മൈലേജ് കേട്ടോ. അത്യാവശ്യം സൂപ്പർ മൈലേജ് തന്നെയാണ്. അത്യാവശ്യം നീറ്റ് മൈലേജ് തന്നെയാണ് ഒരു 125 cc കിട്ടാവുന്ന നീറ്റ് മൈലേജ് തന്നെയാണ് കേട്ടോ. പക്ഷേ ഒരു കാര്യം കൂടി, ഇതൊരു പവേർഡ് വെഹിക്കിളൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അത്യാവശ്യം നല്ല പവറുള്ള വണ്ടി നമുക്ക് പറയാൻ പറ്റില്ല. എന്നാലും ജസ്റ്റ് ഓക്കെയാണ് കേട്ടോ. പവറിൻ്റെ കാര്യത്തിലായാലും വെയിറ്റിൻ്റെ കാര്യത്തിലായാലും നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്ന കാര്യത്തിലായാലും ബിഗിനറിൻ്റെ കാര്യത്തിലായാലും പൾസർ NS 125 ഈസ് എ ബെറ്റർ ഓപ്ഷൻ. ഏതൊരു ബിഗിനർക്കും സജസ്റ്റ് ചെയ്യാം, ധൈര്യമായിട്ട് നമുക്ക് സജസ്റ്റ് ചെയ്യാം. വണ്ടി ഓടിക്കാനായാലും ആ ഒരു നമ്മൾ കൈ കൊടുക്കുമ്പോൾ കയറി പോകുന്ന ആ ഒരു പവർ ഫീലിംഗ് നമുക്കില്ല. ഒരു 125 cc
ഒരു പവർ നമുക്ക് കിട്ടും കേട്ടോ. നല്ല ത്രോട്ട് കൊടുത്ത് കയറുമ്പോൾ 125cc പവർ നമുക്ക് എന്തായാലും ഫീൽ ചെയ്യും. മാത്രമല്ല ഒരു ഓടിക്കാനായിട്ടായാലും അത്യാവശ്യം നല്ലൊരു ഹൈറ്റിലൊക്കെ ഇരുന്ന് ഓടിക്കുന്ന ഒരു താന്നിരുന്ന് ഓടിക്കുന്ന ഒരു സീറ്റിംഗ് പൊസിഷനൊക്കെ നമുക്ക് ഫീൽ ചെയ്യും. അത്യാവശ്യം കുറച്ച് ഹൈറ്റൊക്കെ ഉള്ളവർക്കൊക്കെ ആണെങ്കിൽ ഓക്കെയാണ് കേട്ടോ വണ്ടി. 805 mm ആണ് വണ്ടിയുടെ സീറ്റ് ഹൈറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. പക്ഷേ എൻ്റെ ഹൈറ്റ് 5.5 ആണ്. എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്ന ഹൈറ്റ് തന്നെയാണ് കേട്ടോ. ഞാൻ ഏത് വണ്ടിയുടെ റിവ്യൂവിലും പറയുന്ന പോലെ മാക്സിമം ടെസ്റ്റ് റൈഡ് അടിച്ചതിന് ശേഷം മാത്രം ഒരു വെഹിക്കിൾ സെലക്ട് ചെയ്യുക. മാക്സിമം ടെസ്റ്റ് റൈഡ് അടിക്കുക. മാക്സിമം എന്ന് വെച്ചാൽ മാക്സിമം ടെസ്റ്റ് റൈഡ് അടിച്ചതിന് ശേഷം മാത്രം ഒരു വെഹിക്കിൾ സെലക്ട് ചെയ്യാനായിട്ട് നിൽക്കുക കേട്ടോ. അതിപ്പോൾ ബൈക്കെന്ന് മാത്രമല്ല കാറായാലും എന്തായാലും ടെസ്റ്റ് റൈഡ് ഈസ് ദ ബെറ്റർ. അതായത് ടെസ്റ്റ് റൈഡ് അടിച്ചതിന് ശേഷം മാത്രം ഒരു വണ്ടി സെലക്ട് ചെയ്യാനായിട്ട് നിൽക്കുക. കാരണം എല്ലാ വണ്ടി നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല കേട്ടോ. മാക്സിമം ടെസ്റ്റ് റൈഡ് അടിക്കുക. ടെസ്റ്റ് റൈഡ് അടിച്ചതിന് ശേഷം മാത്രം സെലക്ട് ചെയ്യുക. സോ ഗൈസ് എന്തായാലും ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. ഞാൻ പറഞ്ഞാൽ മാക്സിമം ടെസ്റ്റ് റൈഡ് അടിച്ചതിന് ശേഷം മാത്രം എടുക്കാനായിട്ട് നിൽക്കുക. ഞാൻ ഈ വീഡിയോയിൽ എന്തെങ്കിലുമൊക്കെ പറയാനായിട്ട് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. നമുക്കൊരു നെഗറ്റീവ് കമൻറ്റൊക്കെ നമ്മുടെ ഡൊമിനോർ 400 റിവ്യൂവിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനായിട്ട് ജസ്റ്റ് ഒന്ന് സജസ്റ്റ് ചെയ്യുക. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തിട്ടില്ലാത്തവർ ജോയിൻ ചെയ്ത് പവറാക്കുക കേട്ടോ. നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഫാമിലി ഏകദേശം ഓൾമോസ്റ്റ് 1K അടുപ്പിച്ച് ആവാറായിട്ടുണ്ട്. ഇതുവരെ നമുക്ക് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും നന്ദി. നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മാത്രമല്ല നിങ്ങളിപ്പോൾ കാണുന്നവർ മാക്സിമം നമ്മുടെ വീഡിയോസൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സിനടുത്തൊക്കെ പറയണം AK250 എന്ന ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട്. നമുക്ക് സബ്സ്ക്രൈബ് ചെയ്ത് മോണിറ്റൈസേഷൻ കിട്ടിയാൽ നമുക്ക് കുറച്ചുകൂടി പവറായിട്ട് വീഡിയോസ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. സോ ഗൈസ് ഇത്രയുള്ള നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ കാണണം. അതുവരേക്കും ബൈ ബൈ.